ഹലോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. പുലർച്ചെ തന്നെ ഞങ്ങളെല്ലാവരും എണീറ്റ് കണ്ണനെ കണ്ട് തൊഴുത് കണി കണ്ട് കൈനീട്ടം മേടിക്കാൻ തുടങ്ങി കേട്ടോ. വിഷു ആയാൽ തന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് വിഷുക്കണി കാണാനും വിഷു കൈനീട്ടം മേടിക്കാനുമായിരിക്കും അല്ലേ. വിഷുവിൻ്റെ അന്ന് നമ്മളെല്ലാവരും റിച്ച് ആയിരിക്കും കൈനീട്ടം മേടിച്ചിട്ട്. ജയമോൾക്ക് കിട്ടുന്ന ക്യാഷെല്ലാം ജയമോൾ തന്നെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ജയമോളുടെ ഉണ്ടിയിൽ സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോമും ബുക്കും എല്ലാം വാങ്ങിക്കാനായിട്ട്. കൈനീട്ടം മേടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്ത് ഫോക്കസ് ചെയ്യുന്നത് പടക്കം പൊട്ടിക്കാനാണ് കേട്ടോ. വിഷു ആയാൽ പിന്നെ പടക്കം പൊട്ടിക്കലല്ലേ മെയിൻ. ജയമോൾക്ക് പടക്കം പേടിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ പടക്കമൊന്നും അങ്ങനെ വാങ്ങിയില്ലായിരുന്നു. ജയമോൾ പടക്കം പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു കേട്ടോ റൂമിൻ്റെ ഉള്ളിലേക്ക്. ജയമോൾക്ക് പടക്കം പേടിയായതുകൊണ്ട് അങ്ങനെ റയാനും കുട്ടേട്ടനും കൂടിയിട്ടാണ് പടക്കം എല്ലാം പൊട്ടിച്ചത്. പുലർച്ചെ ഞങ്ങൾ കുറച്ച് പടക്കം പൊട്ടിച്ച് ഈവനിങ് പൊട്ടിക്കാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടിക്കാൻ വയ്യായിരുന്നു, കാരണം ഇവർ രണ്ടുപേരും മാത്രമല്ലേ പൊട്ടിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞത് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ധോനി കുഞ്ഞാവയെ കാണാൻ പോയി കേട്ടോ. കുഞ്ഞാവയുടെ ആദ്യത്തെ വിഷുവാണ്, അപ്പോൾ ഞങ്ങൾ വിഷുക്കോടിയും കൈനീട്ടം എല്ലാം കൊടുക്കാൻ വേണ്ടി പോയതാണ്. കുഞ്ഞാവ നല്ല ആക്റ്റീവാണ് കേട്ടോ, നല്ല സ്മാർട്ടാണ്. കുറച്ച് നേരം ഞങ്ങൾ കുഞ്ഞാവയും കളിപ്പിച്ച് അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞൊരു ഉച്ചയോടുകൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.